ഈ സൈക്കിളൊക്കെ അവിടെ വെച്ചിട്ട് എന്തോ ചെയ്യാൻ പോകുന്നു. എവിടെ പോകണ്ട, ഈ സൈക്കിളൊന്നും വേണ്ടേ? കൂഴനാട് സ്കൂളിൻ്റെ ഒരു ശോചനീയ അവസ്ഥ ഉണ്ടോ? ഇത് ഇവിടെയൊക്കെ ഇടിഞ്ഞു പോയി. ഗുഡ് മോർണിംഗ് ഗീസ്. ഇന്ന് സൺഡേ ആണ്. ഞങ്ങളൊരു ദിവസം സൺഡേ ഫണ്ടേ ആക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗീസ്. ഇന്നലെ ഒരു ചലഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു, 24 hours 24 ഫുഡ്സ്. അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോടെ അത് കഴിയത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. അത് കഴിഞ്ഞിട്ട് നേരെ പള്ളിയിൽ പോകണം. ഹറിബറി ഡേ ആണ്, സമയമാവുന്നുണ്ട്, വിശക്കുന്നുണ്ട്. അപ്പോൾ വാ ഗീസ്, നമുക്ക് ഫുഡ് ഉണ്ടാക്കാം ആദ്യം. അപ്പോൾ ഗീസ് നമ്മളിത് രാവിലെ ഇടിയപ്പം ഉണ്ടാക്കി, പുട്ടുണ്ടാക്കി, പിന്നെ ചമ്മന്തിക്കറി ഉണ്ടാക്കി, പൊമഗ്രനേറ്റ് ഉണ്ട്, ഓട്സ് ഇഡ്ഡലി ഉണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലോട്ടൊക്കെ ആക്കണം. കുറച്ച് തിരക്കാണ് ഗീസ്. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ആയി. ഞങ്ങൾക്ക് ഇത് ഒരു ഹ്യൂജ് ഒരു ബൊഫേ സിസ്റ്റം തന്നെ കഴിക്കാറുണ്ട്. നമ്മൾ കഴിച്ചിട്ട് നേരെ പള്ളിയിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. ഫുഡ് കഴിക്കാം നമ്മള്. ഓട്സ് ഇഡ്ഡലി, സ്വീറ്റ് പൊട്ടറ്റോ, പുട്ട്, കുറച്ച് പൊമഗ്രനേറ്റ്, സൈഡ് ഡിഷായിട്ട് മാങ്ങ, ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ. മലയാളി റിച്ച് ഫുഡ്. അപ്പോൾ ഗൈസ് ഞങ്ങളിത് പള്ളിയിൽ പോകാൻ ഇറങ്ങുവാണ്. ഇച്ചിരി സമയം താമസിച്ചു, പെട്ടെന്ന് പോകണം. നല്ല ലേറ്റ്. താല്പര്യത്തോടെ നമ്മളെല്ലാവരോടും ഇപ്പോഴും വന്നേക്കും കാലാവസാനം കൂടാതിരിക്കുമാറാകട്ടെ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ആരാധന കഴിഞ്ഞ് ഇറങ്ങി. ഞങ്ങളുടെ കല്യാണം ഇവിടെയാണ് നടന്നത്, ഈ പള്ളി വെച്ചാണ്. ഈ ആദ്യം വന്നപ്പോൾ ഞാൻ കാറ് പാർക്ക് ചെയ്തത് സെയിം ചേട്ടനാണ് കാർ ഓട്ടിച്ചത്. അപ്പോൾ സെയിം അവിടെയാണ് ഇപ്പോഴും കാർ ഇട്ടിരിക്കുന്നത്. കല്യാണത്തിൻ്റെ അന്ന് അവിടെയാണ് ആദ്യം പാർക്ക് ചെയ്തത്. അപ്പോഴാണ് ഇവിടെ അനു വന്നിട്ട് ടെൻഷനുണ്ടോ എന്നെ ആകെ ടെൻഷനാക്കി അവള്. നമുക്കിനി വീട്ടിലോട്ട് പോകാമല്ലേ? വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഞങ്ങൾ വീടെത്തി ഗൈസ്. ജമ്മ വണ്ടി പാർക്ക് ചെയ്യോ? ഇനി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചത്തേക്ക് ഫുഡ് ഇരിപ്പുണ്ട്. രാവിലത്തെ ലോട്ട് ഓഫ് ബാക്കി ഫുഡ് ഇരിപ്പുണ്ട്. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണ്ട. ഇനിയിപ്പോൾ പിള്ളേരൊക്കെ വരുവാണെങ്കിൽ നമുക്ക് മീൻ പിടിക്കാൻ പോയല്ലെന്ന് ആലോചിക്കുക. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. രാവിലത്തെ സെയിം അത് തന്നെയാണ് കഴിച്ചത്. കാരണം അത് ഇഷ്ടംപോലെ ബാക്കിയുണ്ടായിരുന്നു. സബർ ജില്ലി ഇരിപ്പുണ്ടായിരുന്നു, അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതാരാ ഇത്? എവിടെ നിന്ന് എന്തുണ്ട്? കണ്ടില്ലല്ലോ ഇതൊരു കഴിച്ചാ ഫുഡ് കഴിച്ചോ? എന്ത് കഴിച്ചു? എന്താ പരിപാടി? ക്യാരംസ് കളി. എന്നിട്ട് ഇന്നലത്തെ പോലെ നിനക്ക് അടി ഉണ്ടാക്കല്ലേ? ഇന്നലെ ക്യാരംസ് കളിച്ച്, ഇന്നലല്ലേ മെനിങ്ങാന്ന് ക്യാരംസ് കളിച്ചിട്ട് കേസ് മൂട്ടാടി. ലാസ്റ്റ് പിടങ്ങിപ്പോയി, ബാള് പിടങ്ങിപ്പോയി. ലാസ്റ്റ് ബാള് പിടങ്ങിപ്പോയി. പിടങ്ങിപ്പോവല്ലേ? അപ്പൊ നിങ്ങൾ 3 പേരും ശരി, അലമ്പില്ലാതെ കളിക്കുക. ഞാൻ ചെറുതിലോട്ട് കളിക്കുന്ന ഒരു കളിയുണ്ട്, പക്ഷെ എനിക്ക് കറക്റ്റ് റൂൾ അറിഞ്ഞൂടാ. എനിക്ക് അതുകൊണ്ട് കറക്റ്റായിട്ട് റൂള് പറഞ്ഞു. ഓക്കെ, റൂൾസ് പറഞ്ഞതിന് ശേഷം കളിക്കാം. അതാവുമ്പോ ഇടയ്ക്ക് വെച്ച് ഒരു ക്ലാഷ് ഉണ്ടാവണ്ടല്ലോ. റൂൾസ് കേസ് നമ്മൾ മെനിയാന്ന് പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരംസിൽ നിന്ന് ഒരു കോയിൻ എടുത്തിട്ട് വേറൊരു കോയിൻ വയ്ക്കുന്നു. അങ്ങനത്തെ ഒരു റൂൾ ഇല്ലെന്നാണ് ഞാൻ ഏതോ വീഡിയോ കണ്ടിട്ടുള്ളത്. നമ്മളിപ്പം മൈനസ് വിടുമ്പോൾ നമ്മുടെ 2 കോയിൻസ്, അതായത് വെള്ള കോയിൻ ഉണ്ടെങ്കിൽ അത് 2 പോയിന്റ് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് ഒരു കറുപ്പെടുക്കാൻ പാടില്ല. നമ്മൾ കോയിൻ ഇട്ട് പോക്കറ്റിൽ വീണിട്ട് അങ്ങനെ അടിച്ചെടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ ക്യാരംസിൽ. ഇത് ബാഹുബലിയല്ല, ഇത് എലിബലി. എടാ അടുക്കടാ, ഇവനെ മേക്കാൻ ഒരാളെ കൂടെ നിർത്തേണ്ടി വരും.
ബേസിക്കലി കളിക്കാൻ അറിയില്ല ഗൈസ്. പിന്നെ ഞാനൊരു ഗെസ്സിലൊക്കെ കളിക്കുന്നത്. അത് അടിച്ചൂടാ. അത് മുള്ള ഓർമ്മയുണ്ടാ? ഇത് ഓ ഇതിന്റെ ഇടയ്ക്കൂടെ കേട്ടല്ലേ? ഓ ഇത് കൊള്ളാവോ? അത് കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. ആ വൗ, വാട്ട് എ വണ്ടർഫുൾ ഷോട്ട്. നമ്മുടെ ടീമിലെ തോറ്റുകൊണ്ടിരിക്കുകയാണ്. കൊള്ളൂല, മാള് പഠിച്ചാൽ കൊള്ളൂല. അപ്പൊ ആര് ജയിച്ചു നോക്കാം നമുക്ക്. 16-5 21. നിങ്ങൾക്ക് എത്രയാ? തോറ്റു. ഫിനിഷ്. അപ്പൊ ഗൈസ് ദേ തോറ്റ ടീമിന്റെ തോറ്റ ക്ഷീണം മാറ്റാനായിട്ട് ഞങ്ങളിത് നടന്ന് ഒരു വാക്കിന് പോകാമെന്ന് വിചാരിച്ചു. തോൽവി മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ വാക്കിന് പോകുന്നത്. അപ്പോൾ ക്രിസ്റ്റി പറയുന്നു അവിടെ ഒരു തോടുണ്ട്, ഭയങ്കര വൈബാണെന്ന്. ഇനി അവിടെ ചെല്ലുമ്പോൾ ഒരു ഓടെങ്കിലും ഉണ്ടായിരുന്നാ മതിയാണ്. അന്ന് ഇതുപോലെ ഒരിടത്ത് പോയി. അന്നാണെങ്കിൽ അവിടെ നല്ല ഫോട്ടോയിൽ നല്ല എഡിറ്റൊക്കെ ചെയ്ത് വെച്ചാൽ ശരിക്കും വെള്ളം പോലെ അടിച്ചിട്ടുള്ളൂ ഒരരി. നമ്മള് പോയപ്പോഴാണെങ്കിൽ അവിടെ ഇറ്റിറ്റ് 2 തുള്ളിയായിട്ട് വെള്ളമാണ്. ഗൈസ് അത് ഞങ്ങൾ കാറൊക്കെ എടുത്ത് വൻ എക്സ്പെക്ടേഷനോടെ പോയത്. വെള്ളച്ചാട്ടം അരുവി എന്നൊക്കെ പറഞ്ഞു. അവിടെ പോയപ്പോൾ ദേ 2 തുള്ളി വരുന്ന ഒരു വെള്ളച്ചാട്ടം. ഞാൻ പറഞ്ഞു അതിനേക്കാളും വേണം നമുക്ക് ഇവിടെ നിന്ന് ഓസ് എടുത്ത് മതിലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും നല്ല വെള്ളച്ചാട്ടം കിട്ടും. ഇതുവഴിയാണ് പോകുന്നത് ഗൈസ്. ഈ വഴി നമ്മൾ നേരെ പോകണം. എന്നിട്ട് അറിയാം ഗൈസ് അവിടെ തോടുണ്ടോ ഇല്ലയോ എന്ന്. ഇവിടെ 2 തുള്ളി വെള്ളമെങ്കിലും കണ്ടാൽ മതിയാടാ. അവൻ പറയും ചേച്ചി അത് ഡാം അടച്ചു, അതുകൊണ്ട് ഇതിനു മുന്നേ ഇവിടെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഡ്രസ് മാറുമോ? എവിടെ നിന്ന് ഡ്രസ് എവിടെ? നല്ല വൈബുണ്ട് ഗൈസ് ഇതുവഴി നടക്കാൻ അല്ലേ? യെസ്, ഞാൻ സ്ഥിരം സ്കൂളിലും കോളേജിലൊക്കെ പോയിട്ട് വരുന്ന വഴിയാണ്. അമ്മ വിളിക്കാൻ വരാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ മണ്ടത്തുംകൂടെ നടന്ന് കുന്നനാട് വന്നിട്ട് ഈ ഒരു ഷോർട്ട് കട്ട് എടുത്ത് നടന്നു വഴി വന്ന ബാല്യം. പിന്നെ അമ്മ എപ്പോഴും വിളിക്കാൻ വരും. പിന്നെ കോളേജിലൊക്കെ പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോൾ ഫോണൊക്കെ ഉപയോഗിക്കാമല്ലോ, അപ്പോൾ അമ്മയെ വിളിക്കും വരും. അതിന് മുന്നേ +2 ഒക്കെ ഈ ഷോർട്ട് കട്ട് എടുത്ത് നടന്നു വരും. കൂടുതലും സ്കൂളിൽ പോയിട്ട് എക്സാം കഴിഞ്ഞിട്ട് വരുന്നത്. സ്കൂൾ ബസ്സിലുണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞിട്ട് എക്സ്ട്രാ ക്ലാസ് കഴിഞ്ഞിട്ട് ട്യൂഷൻ കഴിഞ്ഞിട്ടൊക്കെ ഈ ഷോർട്ട് കട്ട് വഴി. ഈ ബ്രേക്കില്ലാത്ത സൈക്കിളും കൊണ്ട് ദേ അവൻ പോകുന്നുണ്ട്. എടാ 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 നിന്നെ ഇന്ന് എടുത്തോണ്ട് പോകേണ്ടി വരുമല്ലോ. ഇവിടെയാണെങ്കിൽ വണ്ടി പോലും വരത്തില്ല. ബ്രേക്കില്ലാത്ത വണ്ടി കൂടെ ദേ പോകും. എടാ കൊള്ളാമല്ലോ ഈ വഴി, നല്ല സൂപ്പർ നാച്ചുറൽ വൈബാണ് ഗീസ്. ഇവിടെ എന്തൊക്കെയോ നിൽക്കുന്നുണ്ട്, പാമ്പൊക്കെ ഉണ്ട്. നമ്മളതൊക്കെ നോക്കി വേണം പോകാൻ. ഇതെന്ത് ചെടിയാ മാളൂ ഇത്? അതൊരു ക്രോസ് ബ്രീഡ് ചെടിയാണ്. ആ അതാ ക്രിസ്റ്റിയുടെ അടുത്ത തള്ളുകൾ. എന്ത് ചെടിയാണെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഗൈസ് കമൻറ്റ് ചെയ്യൂ. ഞാൻ ആദ്യമായിട്ട് കാണും ഇങ്ങനത്തെ ചെടി. കൊള്ളാൻ കേട്ടോ, നല്ല രസമുണ്ട് ഇങ്ങനെ വളർന്നിരിക്കുന്നതാണ്. ഇത്രയും വർഷം ഇവിടെ താമസിച്ചെങ്കിലും കുഞ്ഞിൽ എന്നെ ഓർമ്മയില്ലാത്ത പ്രായത്തിൽ ഇവിടെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ എനിക്ക് ഓർമ്മ വെച്ച മുതൽ ഈ വഴിയൊന്നും വന്നിട്ടില്ല. ഫുള്ളും പച്ചപ്പ്, പ്രകൃതി രമണീയമായ സ്ഥലം. ഇവരെന്തൊക്കെയോ കാണിക്കുന്നു. എന്തോ നീ കാണിക്കുന്നത്? അവൻ ഈ സൈക്കിളൊക്കെ അവിടെ വെച്ചിട്ട് എന്തോ ചെയ്യാൻ പോകുന്നു. എവിടെ പോണ്ടാ? ഈ സൈക്കിളൊന്നും വേണ്ടേ? ഇത് ഉപേക്ഷിക്കാനായിരുന്നു നമ്മളെ വിളിച്ചോണ്ട് ഇവിടെ വരെ വന്നതേ സൈക്കിള്. ഇത് എന്താണ് ഉദ്ദേശം? ഇനി സൈക്കിളും കൊണ്ട് ഞാൻ തോണ്ടാതെ കിടക്കുക. ഞാവല്ലോ എവിടെയെങ്കിലും നിങ്ങളൊരു വാരിക്കൊണ്ട് വരുന്നത്. ഇത്രേന്റെ ഇടയ്ക്കും ദേ ഒരു പഴയ വീട്. ഇപ്പോഴും ഇങ്ങനെയുള്ള വീടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ. പണ്ട് ശരിക്കും ഇങ്ങനത്തെ വീട് കാണായിരുന്നു ഇതുപോലുള്ള വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ. പക്ഷെ ഇപ്പോഴും അവരിത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണോ നീ പറഞ്ഞ തോട്? എനിക്ക് അപ്പോഴേ തോന്നി. എടാ നിന്റെ തള്ളുകളെന്ന് പറഞ്ഞല്ലേ ഞാൻ വിചാരിച്ചു. എവിടെ? എടാ തേങ്ങ ഉണങ്ങി കിടക്കണേടാ. മുഷി അവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അവൻ കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ദേ ഇതാണ് ക്രിസ്റ്റി പറഞ്ഞ തോട്. ഈ തോട് കാണാനായിരുന്നു നമ്മൾ കാടും മലയും കുന്നും കയറി ഇറങ്ങി വന്നത്. അങ്ങനെ അടുത്തും ക്രിസ്റ്റിയുടെ തള്ളുകൾ നമ്മൾ വീടിരിക്കുകയാണ്. അങ്ങനെ വെള്ളച്ചാട്ടം എന്ന വൻമര വീണതിന് ശേഷം ഇനി എന്ത്? അതാണ് ക്രിസ്റ്റിയുടെ തോട്. ചൂണ്ടയിടാന്നുള്ളൊരു പ്ലാൻ വന്നു ഗെയ്സ്. പക്ഷേ ചൂണ്ടയിടാനായിട്ട് ഇനിയിപ്പം അങ്ങ് പോകണം, വാങ്ങണം. അപ്പം വൈകിട്ടാവും. അപ്പോൾ തന്നെ ഇരുട്ടാറാവുന്നുണ്ട്. അപ്പം ചൂണ്ട പ്ലാൻ ക്യാൻസൽഡ്.
നമുക്ക് കുറച്ചുകൂടെ നടക്കാം, ഇവിടെ കൂടെ നടക്കാം. ഇവിടെ ഇതേ അവിടെ നടക്കാം, അവിടെ എന്തോ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ഞാൻ നേരത്തെ കാണിച്ചു തന്ന വീട് ഒരു പ്രേതാലയ സെറ്റപ്പിലുള്ള വീട് പോലെ ഇരിക്കുന്നല്ലേ. ഇതെന്ത് പോവാ? എപ്പോഴും ഞാൻ ഇവിടെ കൂടെ കുഞ്ഞിലെ നടന്നു പോകുമ്പോൾ പറിച്ചു പോയി മഞ്ഞപ്പൂ. ഓക്കെ, ഫസ്റ്റ് ഇവിടെ വെച്ചോ. തലയ്ക്ക് സുഖമില്ലാതെ ചെമ്പരത്തി ഇട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. പണ്ടത്തെ ഒരു നാട്ടും പ്രദേശ വൈബുണ്ട് ഗൈസ്. റിയലായിട്ട് പണ്ടൊക്കെ ഞാൻ ഈ അമ്മ വീട്ടിലൊക്കെ പോകുമ്പോൾ കാണുന്നൊരു വൈബൊക്കെ ഇല്ലേ, അതാണ് ശരിക്കും ഇവിടെ കാണുന്നത്. ഇവര് കളിക്കണ കാണുമ്പോ ഒരു നൊസ്റ്റ് തോന്നുന്നല്ലേ. പണ്ട് നമ്മളിങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നല്ലേ, ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയും കളിക്കുകയൊക്കെ ചെയ്യണം. ഇവരതൊക്കെ ചെയ്യുമ്പോ ഭയങ്കര ഇതേപോലെ കാണുമ്പോൾ ഇതേപോലെയൊക്കെ നോക്കുന്നു. ആണ് ഇതേ ഒരു വഴി കാണുന്നുണ്ട്, ഇതേ ഒരു വഴി കാണുന്നുണ്ട്. ഈ വഴിയാണെന്നുണ്ടെങ്കിൽ പൂഴിനാട് ചെന്ന് കയറാം. ഈ വഴിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മാമിയുടെ വീട്ടിൽ പോകുന്നതിൻ്റെ ആ ഒരു വഴിയുടെ ഭാഗത്ത് പോയി. അപ്പൊ നമുക്ക് നേരെ പൂഴിനാട് പോവാം. കമോൺ. പിന്നെ അല്ലാണ്ട് എന്തോ കാണിക്കുന്നു ഇവിടെ. പച്ചപ്പ് പ്രകൃതി രമണീയമായിട്ട് ഇങ്ങനത്തെ വഴിയിലൊക്കെ നടക്കുമ്പോ എത്ര നാളായ കേസ് ഇങ്ങനത്തെ വഴിയിലൊക്കെ നടന്നിട്ട്. നല്ല വലുതാണോ ചെറുതാണോ? വലിയത്. ഞാൻ കണ്ടിട്ടില്ലേ ഈ പകലും കൂടി അവിടെ പിന്നെ ആ റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ കാട്ടുപന്നി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിന്റെ അകത്തോട്ട് പോയാ പന്നിയുണ്ട്. ഇതിന്റെ അകത്തോട്ടല്ലേ? ഓ, ആ ഭാഗത്ത് എവിടെയാണ് പകൽ കിടക്കണേന്ന് പറയുന്നത്. ഓ, അപ്പൊ പോയാ റിസ്ക് ആണല്ലേ. കൃഷി പേടിച്ചോടത്തോട്ട് പേടിച്ചോടത്ത്. ഇവിടെ കൂടെയാണ് ഗീസ് പണ്ട് മാടും അമ്മയൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അവരുടെ ഒരു മെമ്മറീസ് ഫുള്ള് ഇവിടെ കൂടെ നടക്കാൻ പോകുന്നു. ഇങ്ങോട്ട് പോയാ എവിടെ എത്തും? ഇങ്ങോട്ടാ? ഇവിടെ കൂടെ പോയാ പൂനാട് സ്കൂളിന്റെ അവിടെ പോയി കയറാം. അപ്പൊ ഇതൊഴിപ്പോ ഇതല്ലേ നല്ലത്, കുറച്ചുകൂടെ പച്ചപ്പ്. ഗ്രൗണ്ടിന്റെ അടുത്ത്. ഓക്കെ, ഇതൊഴിപ്പോ. ആക്ച്വലി ഈ ഇവിടെ വയലായിരുന്നു ഫുള്ള്. നമ്മൾ ആ വയലിന്റെ ഇടയിൽ കൂടെ ചെറിയൊരു വഴിയുണ്ടായിരുന്നു, ആ വഴിയിൽ കൂടെയാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇതിപ്പോ നികത്തി റോഡായി. ഇനി ഇത് വലുതാവും. വയലൊക്കെ നികത്തി വരുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊക്കെ പോകും കേസ്. ഇതും കിട്ടാതാവും. ഇവിടെ ഫുള്ളും വീടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരും. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഫുള്ള് ഡെവലപ്മെൻറ്റ് വരുമല്ലേ. ഇതൊക്കെ ഒരു കാലഘട്ടം എത്തുമ്പോൾ ഇതൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം കണ്ടു. ഇങ്ങനത്തെ വീട്ടിലൊക്കെ താമസിക്കാൻ ഭയങ്കര രസമല്ലേ. എന്ത് സമാധാനമായിരിക്കും അല്ലേ കേസ്. പൊടിയില്ല. ഓ, എനിക്കും ഇങ്ങനത്തെ വീട്ടിലൊക്കെ താമസിക്കണമെന്ന് ഭയങ്കര താല്പര്യമാണ് കേസ്. നമ്മളിത് നടന്ന് ഏതൊക്കെയോ സ്ഥലത്തൂടെ നടക്കുന്നുണ്ട്. ഏത് സ്ഥലമാണെന്ന് അറിയത്തില്ല. ഏതൊക്കെയോ കുന്നിൻ്റെ മണ്ടയിൽ കൂടെയൊക്കെ നടക്കുന്നുണ്ട്. കുറേ നടക്കാനുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും കൊള്ളാം ഗൈസ്. ഇതാണ് പൂഴനാട് സ്കൂള്. പൂഴനാട് സ്കൂളിൻ്റെ ഒരു ശോചനീയ അവസ്ഥ ഉണ്ടോ. ഇത് ഇവിടെയൊക്കെ ഇടിഞ്ഞു പോയി. ചെറിയ സ്കൂൾ, ഇതൊന്നും ഡെവലപ്പ് ആയിട്ടില്ല. ഇതൊക്കെ സർക്കാർ കാണുന്നുണ്ടോ ആവും. ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഡെവലപ്പ് ആക്കുക. ഡെവലപ്പ് ആയിട്ടുണ്ട്. അങ്ങനെ പണ്ട് തോടായിരുന്നു, അത് ഫുള്ള് പൊട്ടി പൊളിഞ്ഞ് ഫുള്ള് അഴുക്കായിരുന്നു. ഇപ്പം അറ്റ്ലീസ്റ്റ് പെയിൻ്റ് അടിച്ച് ഷീറ്റെങ്കിലും ഇട്ടല്ലേ. അപ്പോൾ ഇതൊക്കെ ഗവൺമെൻറ് കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ശരിയാക്കുക. നമ്മൾ സ്റ്റില്ല് നടക്കുവാണ്. ഇപ്പോൾ റോഡെത്തും എന്നാണ് പ്രതീക്ഷ. നടന്ന് ഗേസ് ഞങ്ങൾ മെയിൻ റോഡ് എത്തിയിട്ടുണ്ട്. നാളെ ഇവിടെ ഇരിക്കുന്നുണ്ട്. തളർന്ന് ഗേസ് കുറേ നടന്നു. നമുക്കിനി ഇവിടെ കുറച്ച് നേരം ഇരിക്കാം, ഇരുന്ന് റെസ്റ്റ് എടുക്കാം. പണ്ട് അപ്പൂപ്പന്മാരൊക്കെ ഒരു പീടികയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കത്തില്ലേ, ചായയൊക്കെ കുടിച്ച്, അതുപോലത്തെ. അപ്പോഴേ ഞാൻ വിചാരിക്കും എനിക്ക് ഇങ്ങനെ ഇരിക്കണം. ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ വന്നു. പിള്ളേർ ഫുട്ബോൾ കളിയാണ് കണ്ടോ. അവരിത് അവിടെ നിന്ന് കളിയാണ്. നമ്മളിത് ഇവിടെ ഇരുന്ന് കണ്ട് എൻജോയ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോണത് ഒരു വയലിൻ്റെ നടുക്കൂടെയൊക്കെയാണ്. അപ്പം നമ്മൾ ക്രിസ്റ്റിയുടെ പള്ളിയിലോട്ട് വന്നിട്ടുണ്ട്. ക്രിസ്റ്റിയുടെ പള്ളിയിൽ നിന്ന് വാർഷികവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അത് വന്ന് കാണാമെന്ന് വെച്ചു.